ബഹുമാനായ സുഹൃത്തുക്കളും പ്രിയപ്പെട്ട കുട്ടികളെ, ഇടത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തന കാലയളവിൽ ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തുള്ള കൊച്ചുകുട്ടികൾക്ക് നാടകാഭിരുചി വളർത്തുന്നതിന്, അതേപോലെ തന്നെ അവരിൽ ലീനമായി കിടക്കുന്ന അഭിനയസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടം സാംസ്കാരിക വേദി നാടക പ്രവർത്തക സംഘം കോഴിക്കോടും ചേർന്നുകൊണ്ട് ഒരു നാടക ശില്പശാല സംഘടിപ്പിക്കണമെന്നുള്ള ആലോചനയുടെ ഭാഗമായി വളരെ ആവേശത്തോടുകൂടി തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിലുള്ളത്. നാടക പ്രവർത്തക സംഘത്തിൻ്റെ വളരെ അനുഭവ സമ്പന്നരായിരിക്കുന്ന പ്രവർത്തകർ, അതേപോലെ തന്നെ നമ്മുടെ ഇടം സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീമാൻ വിജയേട്ടൻ, അങ്ങനെ എല്ലാ ആളുകളും തന്നെ നമ്മുടെ പ്രദേശത്തുള്ള നാടക സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യമായിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ നാടക ശില്പശാലയിലെ സംഘാടകരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം തന്നെ നമ്മുടെ പരിപാടി കവർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമ്മളൊരൽപ്പം എന്ന് പറയുന്നത് 15 മിനിറ്റ് വൈകിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. 10 മണിക്ക് നമുക്ക് നാടക പ്രവർത്തക സംഘത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അധ്യാപകർക്ക് ഈ വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ നാടക ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായിരിക്കുന്ന കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലവിൻ സാഹബാൻ. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിമാനപൂർവ്വം ആഹ്ലാദപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് വി അനിൽകുമാറാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന എൻ ഷിയോലൻ തൊട്ടടുത്ത് തന്നെ മുന്നിൽ ചെറിയൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നാടക പ്രവർത്തക സംഘത്തിൻ്റെ അനുശീലനായിരിക്കുന്ന നേതൃ പദവിയിൽ നിൽക്കുന്ന MC സന്തോഷം, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നാടക പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങളിൽ നമ്മുടെ സാംസ്കാരിക രംഗങ്ങളിൽ എല്ലാം തന്നെ നിറഞ്ഞു ശോഭിക്കുന്ന MC സന്തോഷിനെയും ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അഭിമാനപൂർവ്വം ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്യും. അതിലുപരി ഇവിടെ എത്തിയിരിക്കുന്ന നാടക പ്രവർത്തക സംഘത്തിൻ്റെ അനിഷേധരായിരിക്കുന്ന നേതൃനിരയിൽ നിൽക്കുന്ന പ്രദീപ്, അതേപോലെ നമ്മുടെ സതീഷ് എഴുത്തുകാരൻ, വളരെ പ്രശസ്തമായിരിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങളുടെ രചയിതാവുമായിരിക്കുന്ന സതീഷ്, അതേപോലെ നമ്മുടെ പരിപാടി കവർ ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയക്കാരനായിരിക്കുന്ന സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും എല്ലാം ശോഭിക്കുന്ന ഇടത്തിൻ്റെ അനിഷേധനായിരിക്കുന്ന നേതാവ് ശ്രീ വിജയൻ കാലത്തും, ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നാട്ടുകാർ, അങ്ങനെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി കുറ്റവാദം ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ നിയന്ത്രണമായിട്ട് എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ പ്രിയക്കാരായിരിക്കുന്ന പ്രസിഡന്റ് ഇടത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജയനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന് സ്വാഗതം ഇടത്തിൻ്റെ മതവും അംഗീകാരം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന നമ്മളെല്ലാ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ അവർ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ അദൃശ്യരായി എത്തിയിരിക്കുന്ന
ശ്രീ വി അനിൽകുമാർ, ശ്രീ എൻ ശിവരാജ്, മറ്റൊരു ആശംസ പ്രാസംഗികനായുള്ള ഇടത്തിന്റെ സെക്രട്ടറി, ഇടത്തിന്റെ അല്ല, നാടക പ്രവർത്തക സംഘത്തിന്റെ സെക്രട്ടറി ശ്രീ എം സി സന്തോഷ്, നാടക പ്രവർത്തക സംഘത്തിന്റെ പ്രസിഡന്റ് വിഖ്യാത നാടക പ്രവർത്തകരുമായിട്ടുള്ള സതീഷ്, ശ്രീ പ്രദീപ് ഗോപാൽ, അതുപോലെ ഇന്ന് ഈ ക്ലാസ് നയിക്കുന്ന പ്രിയപ്പെട്ട സ്കൂൾ ഡ്രാമയുടെ പ്രൊഡക്റ്റായിട്ടുള്ള സ്കൂൾ ഡ്രാമയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി കോഴിക്കോട് നാടക വേദിയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ഗോവിന്ദ് ബാബു, അതുപോലെ ഇടത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഏവർക്കും നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ആലോചിച്ചൊരു പരിപാടിയായിരുന്നു. എന്തോ കാരണം നടക്കാതെ പോയപ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റ് നാടക പ്രവർത്തക സംഘം നമ്മുടെ പ്രിയപ്പെട്ട ബൈജു മുഖാന്തരം ഇടത്തിലേക്ക് വരുന്നത്. അങ്ങനെ സസന്തോഷം നമ്മുടെ കുട്ടികൾക്കായി ഈ പരിപാടി ഏറ്റെടുക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിയോലാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആർദ്രമായി വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് റിസോഴ്സ് പേഴ്സണൊക്കെ ഞങ്ങൾ തരാം, നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്തുകൂടെ എന്നുള്ള ഒരു പ്രപ്പോസൽ അതിൻ്റെ മുന്നിൽ വരുന്നത്. നമ്മൾ സന്തോഷം സ്വീകരിക്കുകയും പലരും പറഞ്ഞു നമുക്ക് ഫീസൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം. ഇല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ഫീസ് തരുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറും. ഫീസ് വാങ്ങിയിട്ടാണ് പലരും നടത്തുന്നത്. പക്ഷേ നമ്മൾ സൗജന്യമായി കുട്ടികൾക്ക്, പഞ്ചായത്തിലെ കുട്ടികൾക്ക് ഇത്തരമൊരു വലിയൊരു അവസരം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങളിത് അനുഭവിച്ചറിയാൻ പോകുന്നതാണ്. നാടകത്തിൽ മുൻപ് പങ്കെടുത്തവരുണ്ടാവും, ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടാവും. എന്നാൽ അത് നൽകുന്ന വല്ലാത്തൊരു ഊർജ്ജം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും മനസ്സിലാവും. വെറും നാടകം കളിക്കുക എന്നുള്ളത് മാത്രമല്ല, വികസനത്തിലൂടെ നാടകവേദിയെ, നാടക തിയേറ്ററിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെയൊക്കെ കൃത്യമായ രൂപം നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ എല്ലാവിധ ലജ്ജയും മാറി വളരെ ചങ്കൂറ്റത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ നിങ്ങൾ കഴിയുകയും ചെയ്യുന്നൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിക്കും. നാളെ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഇതൊരു വല്ലാത്ത ഒരു അനുഭവമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇടം കുന്നമംഗലവും നാടക പ്രവർത്തക സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ഏവർക്കും ബഹുമാന്യനായ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ നടിയിൽ എന്നിവരെ ക്ഷണിച്ചുകൊണ്ട് ധന്യവാദം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയാണ് നമ്മുടെ വിജയൻ ആലമ്പൂർ. അപ്പോൾ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവലാല്, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേരാം വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീ അനിൽകുമാർ, ശ്രീ സന്തോഷ് കുമാർ, അതുപോലെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള മറ്റ് നാടകങ്ങൾ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ സമയത്തോടെ വളരെ താല്പര്യം തോന്നിയിട്ടുള്ള നാടകം എന്ന കല പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ അവരുടേതായിട്ടുള്ള അഭിനയങ്ങളും അവതരണങ്ങളും ഒക്കെ കാഴ്ചവെക്കാനുള്ള ഇഷ്ടം പോലെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു പ്രൊഫഷണൽ നാടക ഗ്രൂപ്പുകൾക്ക്
ജോലി നമ്മൾ കൈമാറിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ നാടകം, പാട്ട് പോലെയുള്ള കലാപരിഗണനകൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ നേരിട്ട് എത്രമാത്രം സംസാരിച്ച് അവരെ മനസ്സിലാക്കിയാൽ അവരുടെ മനസ്സിലേക്ക് അത്രമേല ഭംഗിയായി അത് കഴിയും. പക്ഷേ നാടകങ്ങളിലൂടെ, പാട്ടുകളിലൂടെയൊക്കെ നമ്മളത് അവതരിപ്പിക്കുമ്പോൾ അത് ജനമനസ്സുകളുടെ ആഴങ്ങളിലേക്ക് ഒരു സ്ഥിര പ്രതിഷ്ഠയായി നമ്മളെ നിൽക്കും എന്നുള്ളതാണ് നാടിനെയും നാടകത്തിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത. നാടകം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ, അഭിനയ രംഗത്തേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ സമൂഹത്തിന്, സംസ്കാരത്തെ, നാടിൻ്റെ വളർച്ചയെയും അത് നമുക്ക് കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതായിരുന്നു. നമ്മളെല്ലാം അവതരിപ്പിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അവതരിപ്പിക്കുകയും നാടകം, അതായത് അഭിനയിക്കുന്ന മറ്റൊരാളായി അത് അഭിനയിക്കുന്നവരുടെ യാഥാർത്ഥ്യങ്ങളല്ല, പക്ഷെ അത് മറ്റുള്ളവരുടെ യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ അവതരിപ്പിക്കപ്പെടും. അതിനൊരു ഗുണം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരാവുക എന്നുള്ളത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ സമൂഹത്തെ കുറിച്ച് അറിയുന്നത്, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നത്, മറ്റുള്ളവരുടെ രീതിയിൽ അനുഭവിക്കുന്നത് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം സന്തോഷങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ മറ്റ് ചിന്തകളിലേക്ക് പോകാതെ മനുഷ്യരുടെ എല്ലാ വശങ്ങളും കാലഘട്ടത്തെ, സാഹചര്യങ്ങളെ, പ്രകൃതിയെ ഒക്കെ ഭംഗിയായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അത് കൃത്യമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള നമ്മുടെ കുട്ടികളെ ഈ കാര്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ദൗത്യമാണ് ഇവിടെ ഇടം കോഴിക്കോട് നാടക പ്രവർത്തക സംഘവും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഈ ദൗത്യം ഏറ്റെടുത്ത ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഉള്ളതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും അതിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഔപചാരിക ചടങ്ങ് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി കുന്നമരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ എൻ ഷിയോലാലിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട വിജയൻ കാലൂർ, സ്വാഗതം ആശംസിച്ച മധുരട്ടൻ, ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഹരി കരവിക, അതുപോലെ എത്തിച്ചേർന്നിരിക്കുന്ന അനിയട്ടൻ, നാടക പ്രവർത്തക സംഘത്തിൻ്റെ സെക്രട്ടറി MC സന്തോഷ് കുമാർ, മണിരാജ് ഗുരൂർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാടക പ്രവർത്തക സംഘത്തിൻ്റെ ഇടം സാംസ്കാരിക വേദിയിലുള്ള പ്രവർത്തകരെ, പ്രിയപ്പെട്ടവർ, നിങ്ങളൊക്കെ എന്തിനാപ്പോ വന്നത്? ഇന്ന് എന്തിനു വന്നതാണ്? കേൾക്കുന്നില്ല. ഒന്ന്, നിങ്ങളെ സ്റ്റേജ് ഫിയർ മാറണം. നാടകം പഠിക്കണമെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ആരെന്ത് ചോദിച്ചാലും മറുപടി പറയാൻ കഴിയണം.
അങ്ങനെയൊക്കെയാണ് നമ്മൾ നാടകം പഠിച്ചു വരുന്നത്. ആരെന്ത് ചോദിച്ചാലും മറുപടി പറയാൻ, തെറ്റുകളുണ്ടെങ്കിൽ അതിനെതിരെ പറയാനൊക്കെ നിങ്ങൾക്ക് ശബ്ദം അറിയണം. അതൊക്കെ നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് പഠിക്കും. അപ്പൊ അതിനെതിരെ പറഞ്ഞു ആരും പഠിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറഞ്ഞല്ലേ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഉന്മേഷം നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, കുറെ ആളുകൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രധാനപ്പെട്ട നടന്മാർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ നാട്ടിലുള്ള ഇത്തരം നിങ്ങളെ പോലെയുള്ള പ്രതിഭകളെ കണ്ടെത്താനുള്ള സംവിധാനം നടത്തുകയാണ് അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ രീതിയിൽ ഇപ്പൊ നമുക്ക് വിജയകരനെ പോലെ നല്ല സിനിമാ നടന്മാരെയൊക്കെ നമുക്ക് മാറാമല്ലോ അല്ലെ? നമ്മളങ്ങനെയല്ലേ തിരിച്ചടിച്ചത് നാടകത്തിലൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. ഏതൊരു കലാകാരനും ഉടലെടുക്കുന്നത് നാടിനകത്തുണ്ടാവുന്ന ഇത്തരം ചെറിയ ചെറിയ പരിപാടികളിലൂടെ ഉയർന്നു വന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഉയർന്നു വരാൻ വേണ്ടി കഴിയാം. പക്ഷെ അതിലൊരു പ്രശ്നം, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പ്രശ്നം, അക്ഷരങ്ങളുടെ, എഴുതുന്ന ആളുകളുടെ, പാട്ട് പാടുന്നവരുടെ, സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ, നാടകം കൊണ്ട് കഥ പറയുന്നവരുടെയൊക്കെ കയ്യും കാലും തല്ലി ഒടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെതിരെ പ്രതികരിക്കാൻ കൂടെ നമുക്ക് ഈ സിനിമയും നാടകവും ഒക്കെ വേദിയാക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് മുൻപേ വരുന്ന, നമുക്ക് പുറകെ വരുന്ന തലമുറകളെ കൂടെ നമ്മുടെ നാടിന്റെ സംസ്കൃതിക്കനുസരിച്ച് ഉയർത്താൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ കലയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, വലിയ മാറ്റങ്ങൾ കലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഏതൊരു രാക്ഷസനെയും മനുഷ്യനാക്കി മാറ്റാൻ കലയ്ക്ക് കഴിവുണ്ട് എന്നാണ്. കലയുള്ള മനസ്സിൽ കലാപം ഉണ്ടാവില്ല എന്നാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞത്. അപ്പൊ ആ ഒരു ബോധം നമ്മുടെ മനസ്സിനകത്ത് ഉൾക്കൊണ്ട് ഏറ്റവും നന്നായി ഇവിടെ നടക്കുന്ന നാടക ക്യാമ്പിൽ ഞാനാവണം, എൻ്റെ എല്ലാ ശ്രമങ്ങളും ഇതിലേക്കാവണമെന്ന് മാത്രം നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. ഇവരൊക്കെ അതിനുവേണ്ടി നിങ്ങളെ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി അവരുടെ സമയം ചെലവഴിച്ച്, അവരൊക്കെ ഒരുപാട് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരായിരിക്കും. അങ്ങനെ സമയം ചെലവഴിച്ച് ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി വരുന്നവരാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മുന്നേറട്ടെ എന്നും, വീണ്ടും ഇത്തരത്തിൽ നിങ്ങൾ നല്ല പ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇടം സാംസ്കാരിക വേദിയും നാടക പ്രവർത്തക സംഘവും സംയുക്തമായി നടത്തുന്ന നാടക ക്യാമ്പിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. പ്രമുഖ നാടക പ്രവർത്തകരും നാടക പ്രവർത്തക സംഘത്തിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ MC സന്തോഷ് കുമാർ ചടങ്ങിൽ ആശംസകൾ സംസാരിക്കുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട വിജയകാലത്ത് സിനിമാ രംഗത്തും നാടകരംഗത്തും മലയാളത്തിൻ്റെ അഭിമാനമായി തൻ്റെതായിരുന്ന ഇടം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അരിയൽ അനിൽ, ശ്രീ വി അനിൽകുമാർ, NGO സതീഷ് കെ സതീഷ്, ഗോവിന്ദ് പപ്പു, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നാടക പ്രവർത്തക സംഘവും ഇടം സാംസ്കാരിക വേദിയുമാണ് ഇന്ന് ഇങ്ങനെയൊരു പരിപാടി തുടക്കം കുറിക്കുന്നത്. നാടക പ്രവർത്തക സംഘം ജനിച്ചു വീണിട്ട് 2 വർഷം കഴിയുകയും ഒരുപാട് പ്രവർത്തനങ്ങൾ നാടക പ്രവർത്തക സംഘം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും ജനകീയമായി പുതിയ കാലത്തെ തിരിച്ചറിയുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് തുടക്കം എന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു പരിപാടി ആലോചിച്ചത്. 27-28 തീയതികളിൽ എടക്കാട് വിപ്ലവ കലാവേദിയോട് സഹകരിച്ചുകൊണ്ട് കുട്ടികളുടെ നാടക ശില്പശാല അരങ്ങേറുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട്
നാടകത്തിന്റെ പുതിയ കാലത്തെ അറിവുകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തന്റേതായിട്ടുള്ള ഇടം കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ കൂട്ടുകാരെ വളർത്തിയെടുക്കുക എന്നുള്ള നിലപാടിന്റെ കൂടെ ഭാഗമായിട്ടാണ് നാടക പ്രവർത്തക സംഘം ഈ പരിപാടിയിലേക്ക് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നാളെ ഇവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ മസ്കിയും അതുപോലെ തന്നെ ഇടം സാംസ്കാരിക വേദിയുടെയും നാടക പ്രവർത്തക സംഘത്തിന്റെയും സജീവ പ്രവർത്തകരും നാട്യരംഗത്തും അഭിനയ രംഗത്തും സിനിമാ രംഗത്തും വളരെ സജീവമായി നിലനിൽക്കുന്ന ശ്രീ പ്രദീപ് ഗോപാലുമാണ്. ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് പുതിയ പഴയ കാലത്തെ നാടക പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ പരിപാടി വളരെ സമ്പന്നമാക്കണമെന്ന് തന്നെയാണ് നാടക പ്രവർത്തക സംഘത്തിന്റെയും ഇടം സാംസ്കാരിക വേദിയുടെയും ആഗ്രഹം. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാടകത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനും പഠിപ്പിക്കാനും കഴിയുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ നിരവധി അഭിനയ രംഗത്തും സംവിധാന രംഗത്തും രചനാ രംഗത്തും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ പുതിയ നാടകകാലത്തെ കുറിച്ച് തിരിച്ചറിവുള്ള ഗോവിന്ദ പപ്പു ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള നാടകവേദിക്ക് പുത്തനുണർവ് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് കെ സതീഷ്, ഗിരീഷ് കളത്തിൽ, അങ്ങനെ പ്രഗത്ഭ പ്രശസ്തമായിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗുണകരമാവട്ടെ, നിങ്ങളുടെ ഭാവിയിലെ ജീവിതത്തിന് ഗുണകരമാവട്ടെ, കലാരംഗത്തേക്ക് കലാപ്രവർത്തനത്തിന് ഗുണകരമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം. ഈ ചടങ്ങ് നന്ദി പ്രകാശനത്തോടുകൂടി അവസാനിക്കുകയാണ്. ചടങ്ങ് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്താനായി ഇടത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ മണിരാജ് കുട്ടികളുടെ സ്നേഹപൂർവ്വം സദസ്സുകളുടെ ബഹുമാനി കുന്നമംഗലത്തിന്റെ സഹകരണത്തോടെ നാടക പ്രവർത്തക സംഘം ഒരുക്കുന്ന കുട്ടികൾക്കുള്ള നാടക ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകിയ വേളയിൽ ഞാൻ കർത്തവ്യത്തിലേക്ക് ഇറക്കിയാണ്. ഈ ശില്പശാലയിൽ അധ്യക്ഷത അലങ്കരിച്ചത് ഇടത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ വിജയൻ കാലിലോ. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലവി, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൂടാതെ ഈ നാടക ശില്പശാല ക്യാമ്പിൽ സതീഷ് ശില്പശാലയിൽ പങ്കെടുക്കുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിലെ നേഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ശ്രീ പ്രദീപ് ഗോപാൽ, നന്ദിയുടെ രത്ന പ്രവർത്തകനായ ശ്രീ പ്രദീപ് ഗോപാൽ, കൂടാതെ ഇടത്തിന്റെ ഭാരവാഹികൾ, സംഘാടകർ, ഈ പരിപാടി പങ്കെടുക്കുന്ന കുട്ടികൾ, അവരെ സന്തോഷപൂർവ്വം ഈ ശില്പശാലയിൽ പ്രവർത്തിച്ച നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും ഈ ഇടപ്രസ്ഥാനത്തിന്റെ നന്ദി രേഖപ്പെടുത്തി ഈ ഉദ്ഘാടനത്തിന് തുടർന്ന് നാടക ശില്പശാലയിൽ